മിനിസ്റ്ററുടെ ഒരു ഈ ബഡ്ജറ്റിനകത്ത് വാസ്തവത്തിൽ കേരളത്തിന് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാനും കേരളത്തിൻ്റെ എക്കണോമി സജീവമാവാനും കേരളത്തിലെ നെക്സ്റ്റ് ജനറേഷൻ ഉൾപ്പെടെ കൂടുതൽ മെച്ചപ്പെട്ട കാര്യം വരാനും തന്നെ ഇത് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ കൺസേൺ ആൾ പുറത്തേക്ക് പോകുന്നു മാത്രമല്ല പോപ്പുലേഷൻ്റെ കാര്യത്തിൽ വരുന്ന കുറവ്, മൈഗ്രേഷൻ്റെ കാര്യത്തിൽ വരുന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും കാണാം. അപ്പം നേരത്തെയുള്ള കാര്യങ്ങൾ തുടർന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോന്നും എടുത്ത് നമ്മൾ പറയുന്നില്ല. ഒന്നാമത് ഇപ്പം തന്നെ ഈ ഞാൻ ബഡ്ജറ്റ് വായിച്ചതിനകത്തൊരു ഒരു 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 10-40 പേജ് ഞാൻ വായിച്ചിട്ടില്ല. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഇപ്പം ഞങ്ങൾ 4 വർഷമാകുന്നു. ഇപ്പോൾ ഇതിനകത്ത് എക്കണോമിക് റിവ്യൂവിൻ്റെ അത്രയും കട്ടിയായി. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത് വലിയ അക്ഷരത്തിലും കൂടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കുറേ ഇപ്പോൾ ലോയുടെ തന്നെ അമെൻമെൻറ്റ് ചെറിയ വരുമാന വർധന ഉള്ളെങ്കിലും പേജ് 30-20 കാണും, എല്ലാം കൊണ്ടുവന്ന് പറ്റും. അപ്പോൾ അതുകൊണ്ടെല്ലാം വായിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് ഇപ്പോൾ ഉടൻ തന്നെ വരും. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യയശാസ്ത്രപരമായ ശാഠ്യമൊന്നും നമുക്കില്ല. വാസ്തവത്തിൽ ഞങ്ങൾക്കാർക്കും ഇല്ലാതായതല്ല. 57 മുതൽ ഉള്ള ഗവൺമെൻറ് നോക്കിക്കഴിഞ്ഞാൽ അന്ന് EMS-നെ പോലെയൊക്കെയുള്ള എത്രയോ വളരെ പ്രഗത്ഭരായ നേതൃത്വം ഉണ്ടായിരുന്ന സമയത്താണ് മാവൂർ ഗാളിയർ റൈൻസും എല്ലാം വന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എന്തായാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ വരുന്ന തരത്തിലേക്കായി. അത് വീണ്ടും ഇത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മറ്റു കാര്യങ്ങളിപ്പം ഹയർ എഡ്യൂക്കേഷൻ്റെ കുറേ സെൻറ്റേഴ്സ് പറഞ്ഞില്ലേ, ഡോക്ടർ മീനാക്ഷി പിള്ള പറഞ്ഞതുപോലെ ഈ നമ്മുടെ പല കാര്യങ്ങളും നടത്തി നടക്കാനുള്ള ബുദ്ധിമുട്ടറിയാമല്ലോ യൂണിവേഴ്സിറ്റിക്ക്. ഇപ്പം ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് റിസർച്ചിനും മറ്റും കിട്ടുന്ന ഫണ്ടുകൾ പോലും പലപ്പോഴും 2 ഡബിൾ ഓഡിറ്റിങ്ങിനൊക്കെ വിധേയമാണ്. ഇപ്പം അങ്ങനെ വേണ്ട, തരുന്ന ആളുകളുടെ ആ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റിങ് മതി എന്നുള്ള യൂണിവേഴ്സിറ്റി അഭിപ്രായം ഇപ്പം നമ്മൾ ഏകദേശം അംഗീകരിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഈ ബഡ്ജറ്റിൻ്റെ ബേസിക്കായ സ്വഭാവം പറഞ്ഞാൽ 3-4 ഘടകങ്ങൾ നോക്കിയാൽ ഒന്ന് ഇക്കണോമിക് ക്രൈസിസ്, ഫിസ്ക്കൽ ക്രൈസിസ് ഒക്കെ ഉണ്ട് കേരളത്തിൽ. അതിനകത്തുനിന്ന് വലിയൊരു ജമ്പ് മാറ്റം വന്നിട്ടുണ്ട്. വന്നത് കഴിഞ്ഞ 3 വർഷം ആക്ച്വലി ഒരു സ്റ്റാഗ്നേറ്റഡ് ആയിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ലാസ്റ്റ് ഇയറിൽ ചിലവായി അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് പലതും നമുക്കില്ല. ആദ്യ വർഷം വന്നപ്പോൾ നമുക്ക് 1,60,60,000, രണ്ടാം വർഷം 1,60,60,000, മൂന്നാം വർഷവും 1,60,60,000 കോടിയെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ദിസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഗോയിങ് ടു 1,78,000. അപ്പം ഇതെല്ലാം അങ്ങ് പോയി ഒന്നും ചിലവാക്കുന്നില്ല എന്നല്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എല്ലാ മേഖലയ്ക്കും ഏറ്റവും കൂടുതൽ ഫണ്ട് വെച്ചേക്കുന്നൊരു സമയമായിരിക്കും. ഇനിയും പക്ഷേ ഒരു 30,000-40,000 കോടി കൂടെ വെക്കാനുള്ളത് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ പതുക്കെ ചലനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന കുറേ കാര്യങ്ങളിൽ ചിലതൊക്കെ ഹൈലൈറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് പ്രത്യേകിച്ച് ഫ്ലാറ്റൊക്കെ നിർമ്മിക്കുന്ന ആളാണ്. ഞങ്ങൾ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സഹകരണ ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹകരണ സംഘത്തിൻ്റെ ആ മോഡലും അല്ലല്ലോ, അറിയാമല്ലോ. അത് വളരെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഞാൻ വിചാരിക്കുന്നത്, എന്നോട് ചോദിച്ചാൽ ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഞാനത് പറയും. കാരണം മിഡിൽ ക്ലാസ്സിനൊരു പദ്ധതി ഇപ്പോൾ ഇല്ല. ബോംബെയിലും ഡൽഹിയിലും ഒക്കെ MIG, LIG, HIG ഒക്കെ ഉണ്ട്. അപ്പം ഹൗസിങ്ങിനുണ്ട്. ഒരു എത്തനോൾ ഇപ്പം ചില വിവാദങ്ങളുണ്ട്. എത്തനോളിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എത്തനോളിന് ഇപ്പോൾ ഉള്ളതുപോലെ ഉണ്ടാക്കാവുന്നല്ല, അഗ്രികൾച്ചർ മേഖലയിലൊക്കെ ഇപ്പോൾ കോസ്റ്റ് കൂടുതലാണ് നമ്മുടെ ഇവിടെ എത്തനോൾ ഉണ്ടാക്കി. പക്ഷേ 5,000-8,000 കോടി രൂപയുടെ ഫ്യൂവൽ എന്ന നിലയിൽ എത്തനോൾ വേണ്ടി വരും. റബ്ബറിന് ഇപ്പോൾ ഉണ്ടാകുന്ന 10,000 കോടിയേ ഉള്ളൂ. റബ്ബർ ഈസ് കൺസിഡേർഡ് ആസ് ദ റിച്ചസ്റ്റ് പിന്നെ ഒരു പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന നിലയിൽ നമുക്കിപ്പം ഉണ്ടല്ലോ. അതിൻ്റെ നല്ലൊരു ഭാഗം വരുമാനം വരുന്നതാണ് എത്തനോൾ നമുക്ക് എക്കണോമിക്കലായി ഉണ്ടാക്കുന്നത്. അതിന് റിസർച്ച് നടത്തണമെന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം പാലക്കാട് എന്നൊക്കെ പറഞ്ഞ് വിവാദം നടക്കുന്ന ഇഷ്യൂവിലല്ലേ പറഞ്ഞു. നമ്മൾ വലിയ ഫണ്ടൊന്നും ഇല്ലെങ്കിൽ ന്യൂ ഇന്നിങ്സ്, ഈ നേരത്തെയുള്ള ജനറേഷൻ ഇഷ്യൂ പറഞ്ഞില്ല. അത് വാസ്തവത്തിൽ ഞാനിപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, KFC കെറ്റക്കി ഫ്രൈഡ് ചിക്കൻ്റെ സ്ഥാപകൻ 60-65 വയസ്സ് കഴിഞ്ഞാണ് ഇത് സ്ഥാപിച്ചത്. സോ നമുക്ക് ധാരാളം എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുണ്ട്. ഇത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മേഖലകൾ അതൊക്കെ ഓരോ സാധാരണ ഇല്ലാത്ത. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ ഞാനിന്ന് അവതരിപ്പിച്ച് ഞാൻ തന്നെ വളരെ വേഗത്തിൽ വായിക്കുകയായിരുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം, കാരണം ഇത്രയും കൂടി ഉള്ളതുകൊണ്ട് ഇത് എങ്ങനെ എത്തിക്കും. ധാരാളം കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, പ്രത്യേകിച്ച് ആ സെക്കൻഡ് പാർട്ടിൽ. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും ഇപ്പോൾ ഈ ഭവന പദ്ധതിയെ പോലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി മിനിസ്റ്റർ പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഞാൻ പറയുന്നത് കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഒരു പൈലറ്റ് പ്രൊജക്റ്റ് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്ത്. ആ പൈലറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ണൂരും കൊല്ലം IT പാർക്ക് പറഞ്ഞു. നമ്മൾ നേരത്തെ കണ്ണൂർ നമ്മൾ ലാൻഡ് അക്വയർ ചെയ്തു, കൊല്ലത്തും അക്വിസിഷൻ വന്നു. ഞാൻ നോക്കിയപ്പം
നമുക്കറിയാം ഇപ്പോൾ കൊല്ലം ടൗണിനടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് അല്ലെങ്കിൽ ഏത് സ്ഥലത്തും തിരുവനന്തപുരത്ത് എടുത്താലും കൊല്ലം വളരെ 20-30 ലക്ഷം ആവും. കൊല്ലം ബജറ്റിൽ വളരെ ഹാപ്പിയാണ്. ചിന്ത ഭയങ്കര അത് ഇത് പറഞ്ഞേക്കുന്നുണ്ട്, എല്ലാത്തിനെ പറ്റി അത്ര ഉണ്ട്. ഇത് പൈലറ്റ് പ്രോജക്റ്റ് അയക്കുന്നുള്ള പറഞ്ഞതാണ്. ഞങ്ങൾ കുറച്ച് പരദൂഷണം അതുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കയ്യിൽ ഇവരുടെ കയ്യിൽ ഒരു 5 ഏക്കർ സ്ഥലം കിടക്കുകയാണ്. ഇത് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏതെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ ഏജൻസി, സർക്കാരിൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ കിഫ്ബി, അത് വേറെ സാധനം. അവർക്ക് ലാൻഡ് കോസ്റ്റിൻ്റെ നമുക്ക് ആ പ്രൊജക്റ്റ് വളരെ പെട്ടെന്ന് വയബിൾ ആവും. റിട്ടേൺ ഈ ഒരു പണവും കിട്ടാതെ ഇമ്മാതെ കിടക്കുന്ന കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ കോർപ്പറേഷന് കിട്ടും, കൊല്ലം കോർപ്പറേഷന് കിട്ടും, വേറൊരു മുനിസിപ്പാലിറ്റിക്ക് കിട്ടും. ഇതിനൊരു സ്കീം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ് ഓവർ റണ്ണിനെ പറ്റി ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ബന്ധപ്പെട്ടവർക്കറിയാം, ഈ MLA ക്വാർട്ടേഴ്സിൽ തന്നെ 90 കോടിയുടെ ഡിസൈനും കൊണ്ട് വന്നതാണ് ഞങ്ങൾ 70 കോടിയാക്കിയത്. കൊല്ലം കോടതിയുടെ എടുത്ത് ഞാൻ പറഞ്ഞത് സ്പെസിഫിക്കായി 147 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് IIT കൊണ്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് 80-90 കോടിയാക്കിയത്. സോ ഇങ്ങനെ ചിലവ് കൂടുതൽ വരുന്നു, സമയമോ പണി തീരത്തേയില്ല. അപ്പോൾ ഒരു വർഷത്തിനകം ഈ ഞങ്ങൾ പൈലറ്റ് പ്രൊജക്റ്റ് 2 വർക്ക് ഒരു വർഷത്തിനകം തീർക്കണമെന്ന് പറഞ്ഞേക്കുന്നത്, സ്റ്റീൽ ഫ്രെയിം. അപ്പോൾ ഇതുപോലുള്ള സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ പെട്ടെന്ന് വരിക, അവിടെയാണ് ഈ നേരത്തെയുള്ള പ്രൊജക്റ്റുകളുടെ കാര്യം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യമാണ് ഈ പറഞ്ഞ പ്രൊജക്റ്റ്. പിന്നീട് DA കുടിശ്ശികയും മറ്റേതൊക്കെ പറഞ്ഞല്ലോ. സംസ്ഥാനത്തെ കരാർ ജീവനക്കാരുടെ ഇത് വർദ്ധിപ്പിച്ചപ്പോൾ ശരാശരി 1000 രൂപ ഒരാൾക്ക് മാസം കൂടുന്നുണ്ട്. അതിൻ്റെ ആ ഗൗരവത്തിൽ ശമ്പളത്തിനകത്ത് ഒരു ഡെയിലി വയസ്സുകാരൊക്കെ ആണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കോപ്പറേറ്റീവ് ഹൗസിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ ഈ ബേസിക്കലി ഈ ലൈഫ് പോലുള്ള പദ്ധതി കൂടാതെ നമ്മുടെ മെട്രോ, ട്രിവാൻഡ്രം മെട്രോയും കോഴിക്കോട് മെട്രോയും, അതിനകത്ത് ചെറിയ ചെറിയ പരിപാടികൾ നമ്മളിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ കൊല്ലത്ത് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു ജില്ല വന്നു, തൃശ്ശൂർ വന്നു എന്ന് പറയുന്നില്ല. മേജറായ 2 കാര്യമാണ് തിരുവനന്തപുരവും കോഴിക്കോടും. തിരുവനന്തപുരം മെട്രോ ഇപ്പോഴും ആരംഭിക്കേണ്ടത് എന്തുകൊണ്ടാണ്? വിഴിഞ്ഞത്തുനിന്നാണ് തുടങ്ങണ്ടേ, അല്ലാതെ ഇവിടെ വന്നിട്ട് വേറെ തമ്പാനൂപ്പാനല്ല. വിഴിഞ്ഞം ഒരു വളരെ വലിയ ഒരു സ്ഥലമായി മാറും. അതിലൊരു കാര്യം 5 വർഷം അതിൻ്റെ അകത്ത് ഒരു എനിക്കത് ഇപ്പോൾ എന്തോ ഒരു ചെറിയൊരു സിറ്റിങ്ങോട്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ കൂടെ തന്നെ എയർപോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റും അത് ചെറിയൊരു എന്തോ തടസ്സങ്ങളുണ്ട്. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ നമ്മുടെ എയർപോർട്ടല്ലേ, അത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ അതിനകത്ത് വേറെ ലാൻഡിൻ്റെ എന്തോന്നൊരു ഇഷ്യൂ ഉണ്ട്. അതും കൂടെ വരികയാണെങ്കിൽ ദി ഇമ്പാക്ട് വിൽ ബി വെരി ഹൈ. നമ്മളിപ്പോൾ മിനിസ്റ്റർ 100 ഏക്കർ ഗവൺമെന്റ് എടുക്കുന്നു. അത് നമ്മൾ പറഞ്ഞത് വിഴിഞ്ഞത്ത് എന്തിനാണ് പറഞ്ഞതെന്നറിയോ? വിഴിഞ്ഞ ഒരു വളരെ വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കൊമേഴ്സ്യൽ സെൻ്റർ ആവും, യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഗവൺമെൻറ്റുകളുടെ, ഇപ്പം നമ്മൾ ബോംബെ കേരള ഹൗസ്, ചെന്നൈ കേരള ഹൗസ് എന്ന് പറയുന്ന പോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ളവർക്ക് അവരുടെ ഓഫീസ് തുടങ്ങാനും അവർക്ക് എക്കണോമിക് ആക്ടിവിറ്റി തുടങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ വേണം. അതിന് മുൻകൂട്ടി ഒരു 100 ഏക്കർ എടുത്തിട്ട് അതിനകത്ത് ഓരോ ഏക്കർ പോലും കൊടുക്കേണ്ടി വരുമായിരിക്കും. ഞാൻ പറഞ്ഞത് വി ആർ പ്ലാനിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് റെയിൽവേ തുടങ്ങണം, അല്ലെങ്കിൽ മെട്രോ തുടങ്ങണം, ഈ എയർപോർട്ട് വരണം. ആ തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള കാര്യങ്ങളാണ്. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് ഇങ്ങനെ വരും. അതിനിപ്പോൾ 1000 കോടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1000 കോടി അത് മൊത്തം സർക്കാർ നേരിട്ടെടുക്കുകയല്ല, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, PPP, ഗവൺമെൻറ് പ്രൈവറ്റ്, അങ്ങനെയുള്ള കുറേ സ്കീംസാണ്. അതിന് കുറച്ച് ചില നിയമ നിർമ്മാണമൊക്കെ നടത്തുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ സർക്കാരിൽ സാധാരണഗതിയിൽ തുടങ്ങുന്നതിനേക്കാളും വേഗത്തിൽ തുടങ്ങാനുള്ള സ്കീമാണ് നമ്മൾ ആലോചിക്കുന്നത്.